ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. അപ്പോൾ ഇത് പാർലെ ജി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കടയിൽ നിന്ന് മേടിക്കുന്നത് പോലെ തന്നെ വളരെ സോഫ്റ്റും ക്രീമിയും അതേ ടേസ്റ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ പാർലെ ജിയുടെ 10 രൂപയുടെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ പാക്കറ്റിലുള്ള എല്ലാ ബിസ്ക്കറ്റും ഞാനിവിടെ പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം. ഇപ്പം ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ബിസ്ക്കറ്റ് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കണം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം ഞാനിവിടെ 1 ലിറ്റർ പാൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് പകുതി ആവുന്ന വരെ തിളപ്പിക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. പാലൊന്ന് തിളച്ച് തുടങ്ങിയാൽ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി ഇത് തിളച്ച് പകുതിയാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പാലിപ്പോൾ തിളച്ച് പകുതിയായി കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബിസ്ക്കറ്റ് കൊക്കോ പൗഡർ മിക്സ്ചർ നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ വിസ്ക് കൊണ്ട് ഇളക്കിയും കൊടുക്കണം. ബിസ്ക്കറ്റിൻ്റെ എല്ലാം പൊടിയും ചേർത്ത് കഴിഞ്ഞു. പാലിപ്പോൾ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. പാലിപ്പോൾ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഐസ്ക്രീം മിക്സ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഐസ്ക്രീം മിക്സ് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു ട്രേയിലേക്ക് മാറ്റാം. കണ്ടോ, വളരെ ക്രീമി ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഇത് സെറ്റായി കഴിയുമ്പോഴും ഇതുപോലെ തന്നെ വളരെ ക്രീമി ആയിട്ടാണ് ഇരിക്കുക. ഇനി നമുക്കിത് ഫ്രീസറിൽ 5-6 മണിക്കൂർ സെറ്റ് ആവാനായിട്ട് വെക്കാം. അല്ലെങ്കിൽ തലേദിവസം രാത്രി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇത് സെറ്റായിട്ടുണ്ടാവും.
ഫ്രീസറിൽ വെക്കുന്നതിന് മുൻപ് ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ മാറ്റാം. അപ്പം ഞാനിത് ഫ്രീസറിൽ സെറ്റ് ആവാനായിട്ട് 6 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാനൊരു സ്പൂൺ വെച്ച് ഇത് സ്കൂപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇത് വളരെ ക്രീമിയും സോഫ്റ്റും ടേസ്റ്റിയാണ്. പിന്നെ ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഐസ്ക്രീം ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അയച്ചു തരണം. താങ്ക് യു ഫോർ വാച്ചിങ്.